അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഏറ്റവും നല്ല നോമ്പുകാരനാകാൻ, ഏറ്റവും നല്ല നോമ്പുകാരിയാകാൻ നാം ആഗ്രഹിക്കുന്നില്ലേ? ഈ ഒരു ആഗ്രഹവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആ സഹാബി, അയ്യുസ്സായിമീൻ അക്സറു അജ്റൻ യാ റസൂലല്ലാഹ്, നബിയെ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരൻ ആരാണ്? ഏറ്റവും നല്ല നോമ്പുകാരനാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും നല്ല നോമ്പുകാരൻ ആരാണ്? ആ സ്വഹാബി പല ചോദ്യങ്ങളും അതിനോടൊപ്പം ചോദിച്ചു. നിസ്കാരത്തിൻ്റെ വിഷയം ചോദിച്ചു, സക്കാത്തിൻ്റെ വിഷയം ചോദിച്ചു, സദഖയുടെ വിഷയം ചോദിച്ചു. എല്ലാത്തിനും ഒരൊറ്റ മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. സ്വഹാബിയുടെ ചോദ്യം, ഏറ്റവും നല്ല നോമ്പുകാരൻ ആരാ നബിയെ? ഏറ്റവും നല്ല നിസ്കാരക്കാരൻ ആരാണ് നബിയെ? ഏറ്റവും നല്ല സക്കാത്ത് കൊടുക്കുന്നവൻ ആരാണ് നബിയെ? ഏറ്റവും നല്ല ദാനധർമ്മി ആരാണ് നബിയെ? ഇതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ മറുപടിയാണ് കൊടുത്തത്, അക്സറുഹും ലില്ലാഹി ദിക്റാ. അവരിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്നവൻ ആരാണോ അവരാണ് ഏറ്റവും നല്ല നോമ്പുകാരൻ, ഏറ്റവും നല്ല നിസ്കാരക്കാരൻ, ഏറ്റവും നല്ല സക്കാത്തുകാരൻ, ഏറ്റവും നല്ല ദാനധർമ്മി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നവരാണ്. നമ്മൾ നോമ്പെടുക്കുന്നവരിൽ ഏറ്റവും നല്ല നോമ്പുകാരൻ, ഏറ്റവും നല്ല നോമ്പുകാരി ആരാണ്? നമ്മിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഖൽബ് കൊണ്ട്, മനസ്സുകൊണ്ട് ഓർക്കുന്നവരാണ്. ദിക്ർ എന്നത് നാവുകൊണ്ട് മാത്രമല്ല, ഖൽബും കൂടി ആകുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥത്തിൽ അത് ദിക്റാവുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്നവർ ആരാണ് നമുക്കിടയിൽ? അവരാണ് ഏറ്റവും നല്ല നോമ്പുകാരൻ, ഏറ്റവും നല്ല നിസ്കാരക്കാരൻ, മറ്റെല്ലാ കർമ്മത്തെക്കാളും ഏറ്റവും നല്ല ഇബാദത്തുകാരൻ അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് മറുപടി കൊടുത്തു. ആ സമയത്ത് സദസ്സിലുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്തിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു കാര്യം പറഞ്ഞു. ദഹബദ് ദാക്കിറൂന ബികുല്ലി അജ്ർ. ഓ ഉമറെ റളിയല്ലാഹു അൻഹു, ദിക്ർ ചെയ്യുന്നവർ എല്ലാ നന്മയുടെ സൗഭാഗ്യങ്ങളും കൊണ്ടുപോയല്ലോ. ദിക്ർ ചെയ്യുന്നവർ എല്ലാ നന്മയുടെ സൗഭാഗ്യങ്ങളും കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇത് കേട്ടു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു. അപ്പോൾ തന്നെ തങ്ങൾ പറഞ്ഞു, അജൽ യാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതെ അബൂബക്കറെ, ഇത് കാര്യം അങ്ങനെ തന്നെയാണ്. ദിക്ർ ചെയ്യുന്നവർ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആരാധന കർമ്മങ്ങളെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത്, നമ്മുടെ നോമ്പിനെ മനോഹരമാക്കി തീർക്കുന്നത്, നമ്മുടെ നിസ്കാരത്തെ മനോഹരമാക്കി തീർക്കുന്നത്, നമ്മുടെ ദാനധർമ്മത്തെ മനോഹരമാക്കി തീർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നാം ചെയ്യുന്നതായ ദിക്റുകളാണ്. എത്രമാത്രം നമ്മൾ ദിക്ർ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ അത്രയും നാം ചെയ്യുന്ന ആരാധനയും മനോഹരമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നോമ്പിനെ ഭംഗിയുള്ളതാക്കാൻ, നമ്മുടെ നോമ്പ് ഇനി അവശേഷിക്കുന്നത് എത്ര ദിവസമാണ്? ഇന്ന് 23 അവശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രം. കൂടി വന്നാൽ 7 കിട്ടും, ഇല്ലെങ്കിൽ 30 കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി നമുക്ക് 6 നോമ്പുകൾ വരെയാണ് ഉണ്ടാവുകയുള്ളൂ. ഏതാണെങ്കിലും ബഹുമാനികളെ, കിട്ടുന്ന അവസരങ്ങളെ പരമാവധി മനോഹരമാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതിനുശേഷമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിക്റിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളും വളരെയധികം മഹത്വമുള്ളതായി തീരും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ദിക്ർ ചെയ്യുന്ന യഥാർത്ഥ ദാക്കിരീങ്ങളിൽ, ദാക്കിറാത്തുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും നൽകി ഉന്നതമായ വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.